ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് വന്നിട്ടുള്ളതുണ്ടല്ലോ ഒരു അടിപൊളി കഞ്ഞിൻ്റെ റെസിപ്പി കേട്ടോ. കഞ്ഞിക്ക് എന്താ റെസിപ്പി ആയിരിക്കും, കഞ്ഞിക്കും റെസിപ്പി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ചില മക്കൾക്ക് കഞ്ഞി കൊടുത്താൽ കുടിക്കൂല. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് കുടിപ്പിക്കാനുള്ള വഴിയും അതുപോലെ തന്നെ നല്ല ക്ഷീണമുള്ള സമയത്ത് കുടിക്കാനും നമ്മൾ നോൽമ്പിനൊക്കെ അത്താഴത്തിന് ഈ കഞ്ഞി ഉണ്ടാക്കി കുടിക്കട്ടോ. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും കുടിക്കാത്തവർ വരെ കഞ്ഞി കുടിക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു മുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ അത് നന്നാക്കി വെച്ചതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കണം. അതിന് മുമ്പ് കഞ്ഞി നമ്മൾ വേവിച്ചിട്ട് വെക്കണം കേട്ടോ. കഞ്ഞീൻ്റെ നെല്ലുത്തൈര് ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കുക്കറിലിട്ട് വേവിച്ച് നമ്മൾ മാറ്റിക്കണം. അത് നന്നായി വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അരപ്പ് റെഡിയാക്കിയിരിക്കുന്നത്. ആദ്യം ഇതൊന്ന് മിക്സിയിലിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ കുഞ്ഞുള്ളി വേറെ തന്നെ ഇട്ട് അടിച്ചെടുക്കും കേട്ടോ. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ചെയ്യുന്നത്. അതായത് ഈ അരപ്പ് ഇതിലേക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കണം കേട്ടോ. ഒന്ന് വെള്ളം ചേർക്കണം, കാരണം വെച്ചാൽ ഒന്നും കൂടി നല്ല കട്ടിയാവും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചുടുവെള്ളം ചേർത്തെടുത്ത് നമ്മളിത് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിക്കണം കേട്ടോ. അതായത് ഇതൊന്ന് വേവണം. അപ്പോൾ ഒന്ന് തളഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ കഞ്ഞി റെഡി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അടിപൊളി റെസിപ്പിയാണ്. എന്നിട്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കുടിച്ച് നോക്ക്. വേറെ ഒരു കൂട്ടും വേണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.